ഹായ് എവരി വൺ. 24th ജനുവരിയിലെ ഷിഫ്റ്റ് 2-ലെ 4ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ സ്ട്രേറ്റ്. 2 ലിക്വിഡ്സ് എ ആൻഡ് ബി. അപ്പോൾ 2 ലിക്വിഡ്സ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ ആണ് ഫോം ചെയ്യുന്നത്. സോ ദേ ഫോം ഐഡിയൽ സൊല്യൂഷൻ. A temperature T Kelvin. The vapor pressure of A is 55, B is 15 kilo Newton meter raised to -2 respectively. What is the mole fraction of A of solution A and B in equilibrium with a vapor in which the mole fraction of A is 0.8? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് രണ്ട് ലിക്വിഡ്സിനെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ പേര് എ എന്നും അടുത്ത ആളുടെ പേര് ലെറ്റസ് കോൾ ആസ് ബി. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന അവസാനത്തെ ഈ പാർട്ട് ഒന്ന് നോക്കിയേ, വേപ്പർ ഫേസിലുള്ള എന്റെ കമ്പോണൻറ്റ്. സോ ഐ വിൽ റൈറ്റ് വൈ എ. വേപ്പർ ഫേസിൽ നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് വൈ എ എന്നാണ്. വൈ എ ഈക്വൽസ് 0.8. മക്കളെ വൈ എ 0.8 ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വൈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.2 ആയിരിക്കും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് വേറെന്ത് ഡേറ്റ് തന്നിട്ടുള്ള? എന്റെ വേപ്പർ പ്രഷർ 55, ബിന്റെ വേപ്പർ പ്രഷർ 15. സോ ഐ ക്യാൻ റൈറ്റ് ദെയർ P0A is equal to 55 and P0B is equal to 15. ഇതാണ് നമ്മളുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ സൊല്യൂഷൻ? നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വ്യക്തി. ഇതാണ് അവർ ചോദിച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? നമുക്കറിയാം വേപ്പർ ഫേസിലുള്ള കമ്പോണൻ്റ് ഇക്വേഷൻ. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദാറ്റ് വൈ എ. വൈ എന്ന് പറയുന്നത് P0A ഇൻറ്റു എക്സ് എന്നല്ലേ. സിമിലർലി ഐ ക്യാൻ ഡിവൈഡ് ദിസ് വിത്ത് വൈ ബി. വൈ ബി ഈസ് ഈക്വൽ ടു P0B ഇൻറ്റു വാട്ട് കംസ് ദെയർ എക്സ് ബി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് എനെയാണ്. അപ്പോൾ എക്സ് ബിനെ നമ്മൾ ആരുടെ പേരിലേക്ക് മാറ്റുക? എക്സ് ബിൻ്റെ പേരിലേക്ക് എക്സ് ബിനെ നമ്മൾ എക്സ് എൻ്റെ പേരിലേക്ക് മാറ്റുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈ എ തന്നിട്ടുണ്ട്, വൈ ബി തന്നിട്ടുണ്ട്, P0A തന്നിട്ടുണ്ട്, P0B തന്നിട്ടുണ്ട് അല്ലേ. സോ ലെറ്റ്സ് ഡു ദിസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു? സി അവർ നമ്മോട് ചോദിച്ചത് എക്സ് എ കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പോൾ വൈ എ ഈസ് ഈക്വൽ ടു 0.8. So 0.8 divided by 0.2 is equal to P0A 55 into XA divided by 15 into what comes 1 minus XA. അപ്പം നമുക്കിതിൽ നിന്നും ആരെ കണ്ടുപിടിക്കണം? എക്സേനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 4 into 15 minus 4 into 15 into 1 minus XA എന്ന് പറയുന്നത് ഈക്വൽസ് എന്തായിരിക്കും? 55 XA എന്നായിരിക്കും. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ എടുത്തപ്പോൾ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 60 ഇൻസൈഡ് മൈനസ് വാട്ട് കംസ് 60 XA. ദിസ് ഈക്വൽസ് വാട്ട് കംസ് 55 XA അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ആവശ്യമില്ലാത്ത അപ്പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ 60 ഈസ് ഈക്വൽ ടു 115 XA. അങ്ങനെ നമുക്ക് XAൻ്റെ വാല്യൂ അല്ലേ കാണേണ്ടത്. XA ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 115. മക്കളെ 60/120 ആണെങ്കിൽ 0.5 പക്ഷെ 120യേക്കാളും കുറച്ച് കുറവാണ്. അപ്പോൾ 0.5ലും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മൾ ആൻസർ ഇതിനകത്ത് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, 0.521. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. തീർച്ചയായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.